ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടിയ ഒരു മോളിക്യൂളാണ്. കാർബോഹൈഡ്രേറ്റ് എന്നതിന് പറയുന്നു. ഇതേ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നമ്മളുടെ ധാന്യങ്ങളിലൊക്കെ ഉള്ളത്. അരിയിലും ഗോതമ്പിലും ഓട്സ്, റാഗി, ഇതിനകത്തൊക്കെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതേ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നമ്മുടെ എന്തേലും പറയാം കിഴങ്ങുകളിലുള്ളത്. കപ്പ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ബീറ്റ്റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് പഞ്ചസാരയും. അത് തന്നെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നമ്മളുടെ പഴങ്ങളിലുള്ളത്. ഒക്കെ ഓരോ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഗ്ലൂക്കോസ് ആണ്, ഒന്ന് ഫ്രക്ടോസ് ആണ്. ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചിലതിന് സ്റ്റാർച്ച് എന്ന് പറഞ്ഞു, മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുള്ള കാർബൺ ആറ്റത്തിൻ്റെയും അതേമാതിരി മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ അതിൻ്റെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ ബേസിക്കലി ഇതൊക്കെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടിയ മോളിക്യൂളുകളാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഊർജത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് ഉപയോഗിക്കും. ഗ്ലൂക്കോസാണ് നമ്മൾ സെല്ലുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഊർജം. അത് ചെറിയൊരളവ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 5-1 8 നമ്മൾ ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത്രേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഭൂരിഭാഗവും എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ കൊണ്ടുപോയിട്ട് കരളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുന്ന മാതിരി അത് ഗ്ലൈക്കോജൻ എന്നുള്ളൊരു രൂപത്തിൽ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റിയിട്ട് കരളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം വേണം. നമ്മളെല്ലാ പ്രവർത്തനങ്ങളും നടക്കണമല്ലോ. ഹൃദയം, ശ്വാസകോശത്തൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഊർജ്ജം വേണം. അപ്പോൾ ആ സമയത്ത് കരളിൽ നിന്ന് ഈ ഗ്ലൈക്കോജൻ പുറത്തേക്ക് വന്നിട്ട് ഗ്ലൂക്കോസായി മാറിയിട്ട് വീണ്ടും ശരീരകോശങ്ങളൊക്കെ അത് ഉപയോഗിക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാ പ്രോസസ്സ്. അതിനകത്തൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മൾ ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കരളിൽ കൊണ്ടുപോകും. ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഇത് തിരിച്ച് ബ്ലഡിൽ കൊണ്ടുവരും. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ നേരം വെളുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഈ കരളിലെ ഗ്ലൈക്കോജൻ മുഴുവൻ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാവില്ല രാത്രി. അതിൽ കുറച്ച് ബാക്കിയുണ്ടാവും. ഇതിങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെ ബാക്കിയാകുമ്പോൾ അത് കരളിങ്ങനെ നിറയും. കരൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരൾ എന്താ ചെയ്യുക വെച്ചാൽ ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി ഈ ഗ്ലൈക്കോജനെ ഒന്നും കൂടി വോളിയം കുറഞ്ഞ് കോമ്പാക്റ്റ് ചെയ്തിട്ട് ഫാറ്റാക്കി മാറ്റും. അതിനാണ് ഡിനോവോ ലിപ്പോജനീസിസ് എന്നതിന് ശാസ്ത്രത്തിൽ പറയുന്ന പേര്. പുതിയതായിട്ട് കൊഴുപ്പുണ്ടാക്കും. കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഗ്ലൈക്കോജൻ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയത് അതിനെ കൊഴുപ്പാക്കി മാറ്റും. അതും ഓക്കെ. പക്ഷെ ഈ കൊഴുപ്പ് ഇങ്ങനെ ക്രമേണ ഈ പറഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ട് നമ്മളിങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ക്രമേണ അത് കരളിൽ നിറയും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. കരളിൽ ഇത് കൊള്ളാതെ കരൾ ഇങ്ങനെ വലുതാവും, ചീർക്കും, ഇങ്ങനെ ബലൂണൊക്കെ വീർപ്പിക്കുന്ന മാതിരി. അതുകൊണ്ട് നിറയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ബാലൻസ് വരുന്ന ഗ്ലൂക്കോസിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് ബ്ലഡിൽ ഷുഗർ കൂടും. ബ്ലഡിൽ നിന്ന് ലിവർക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ലിവറിൽ നിറഞ്ഞെടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ശരീരം എന്താ ചെയ്യുക വെച്ചാൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും പാൻക്രിയാസിൽ നിന്ന്. ഈ കൂടുതലുള്ള ഇൻസുലിൻ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഫോഴ്സ്ഫുള്ളായിട്ട് കരളിലേക്ക് അത് കൊണ്ടുപോയി നിറക്കും. അപ്പോൾ കരളിൽ വീണ്ടും കൊഴുപ്പ് നിറയും. ഈ കൊഴുപ്പ് നിറയുന്നതിനനുസരിച്ച് ഗ്ലൂക്കോസിന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം കൂടും. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ വീണ്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരു വിഷ്യസ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷമവൃത്തം ഒന്നൊന്നിനെ കൂടുതൽ മോശമാക്കി കൊണ്ടുവക്കും. കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും, കൂടുതൽ ഫാറ്റ് ഉണ്ടാകും. കൂടുതൽ ഫാറ്റ് ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ കൂടും. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും. ഈ ചക്രം അങ്ങനെ തിരിയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരാളെ രോഗിയാക്കുന്നത്. അപ്പോൾ അതിന് ശരീരത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലഡിൽ ബ്ലഡിൽ നിന്ന് ഇതെങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശരീരം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും ഇങ്ങനെ അമിതമായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് അത് ആ പ്രോസസ്സ് ഇങ്ങനെ കൂടുതൽ ഗുരുതരായ ഒരവസ്ഥയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി എന്താ ചെയ്യുക? അതാണ് നമ്മളെ രോഗിയാക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. ഇതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ പരിഹാരം കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഇത് കൊടുക്കരുത്. കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ കഴിക്കരുത്. ഇത്ര അധികം കഴിക്കരുത്. നമ്മൾ ആവശ്യത്തിൻ്റെ എത്രയോ കൂടുതലാണെന്ന് മാത്രമല്ല,
അത് സ്റ്റോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ അത് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് വിട്ടാൽ അപകടമാണ്. അതുമാത്രമല്ല, ഇൻസുലിൻ ഇങ്ങനെ ആവശ്യത്തിലേറെ ഉണ്ടാകുന്നത് അതും ശരീരത്തിന് ഭയങ്കര കേടാണ്. ഇൻസുലിൻ ബ്ലഡിൽ ഒരളവിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാക്കും. ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അങ്ങനെയാണ് രക്തക്കൊലകളിലൊക്കെ കട്ട പിടിക്കുന്നത്. നമ്മൾ പ്ലേക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഡാമേജും കണ്ണിൻ്റെ കാഴ്ച പോകുന്നൊക്കെ അവസ്ഥ. ഈ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ രണ്ട് കുഴപ്പമാണ്. ഒന്ന്, കരൾ നിറഞ്ഞിട്ടുണ്ടാകുന്ന കരളിൽ സിറോസിസ് മാതിരി അസുഖങ്ങൾ വരുന്നു. പിന്നെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടുമ്പോൾ ഇത്തരം രോഗങ്ങൾ, രക്തക്കൊലകളിൽ കട്ട പിടിക്കുന്ന രോഗങ്ങളുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എവിടെയാണ്? നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടിയതാണ്. അപ്പോൾ ചോദ്യം, നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറച്ചാൽ പോരെ? അതുകൊണ്ട് തീരില്ല. കാരണം അത് ആൾറെഡി ഇവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാതൊക്കെയാണ്. അങ്ങനെ തീരെ കഴിക്കാതിരുന്നാൽ ക്രമേണ ഈ കരളിലൊക്കെ ഉള്ള കൊഴുപ്പെല്ലാം രക്തത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ അത് ഈ കരളിലെ കൊഴുപ്പ് ആ സമയത്ത് തിരിച്ച് ബ്ലഡിലേക്ക് വരും. കീറ്റോണുകളും ഗ്ലിസറോളും ഒക്കെ ആയിട്ട് പല രൂപത്തിലാണ് വരിക. ക്രമേണ അതിങ്ങനെ വന്ന് കരളെല്ലാം കൂടെ കാലിയാകുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അതോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ അളവും കുറയാൻ തുടങ്ങും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതും കുറയും. അതോടുകൂടി അങ്ങനത്തെ ഇൻഫ്ലമേറ്ററി സംഗതികളൊക്കെ കുറഞ്ഞു വരും. ഇതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം. ഇതാണ് ഈ പറയുന്ന ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൻ്റെ. ഇപ്പോൾ ലോ കാർബിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഇനി എന്താ ഹൈ ഫാറ്റ് എന്നില്ല പറഞ്ഞില്ല. ഹൈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കൂടുതൽ കഴിക്കാമെന്നില്ല. എന്തുകൊണ്ടാണ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നത്? നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു ഭക്ഷണം, ഒരു ഊർജ്ജം കിട്ടണമല്ലോ. ഓക്കെ, കരളിനകത്തിലെ ഫാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, അത് സമ്മതിച്ചു. എങ്കിൽ പോലും നമുക്കത് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം. ഗ്രലിൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഹോർമോണുകളുണ്ട് നമ്മൾ വിശപ്പുണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. മാത്രമല്ല, ഈ ഫാറ്റിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്ലിസറോളും കീറ്റോണൊക്കെ ആക്കാൻ പറ്റും ഫാറ്റിന്. അപ്പോൾ നമ്മൾ ഫാറ്റ് കഴിക്കണം. ഫാറ്റ് കഴിച്ചാൽ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഫാറ്റ് കഴിച്ചാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടില്ല ബ്ലഡിൽ. കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ കൂടുന്നത്. പ്രോട്ടീൻ കഴിച്ചാൽ ചെറിയൊരളവിൽ കൂടും, പക്ഷേ ഫാറ്റ് കഴിച്ചാൽ ഒട്ടും കൂടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫാറ്റിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം ഹൈ ഫാറ്റ് ഭക്ഷണം കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് ലോ, വളരെ ലോ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ദിവസത്തിൽ ഒരു 20-30 ഗ്രാമിൽ. അതും പഞ്ചസാരയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്ന, ഗ്രീൻ വെജിറ്റബിളിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അത്ര അപകടമില്ലാത്തതാണ്. അതാണ് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൻ്റെ സയൻസ്. ഇങ്ങനെ നമ്മൾ കുറച്ച് മാസങ്ങൾ ചെയ്താൽ ഈ കരളിലെ കൊഴുപ്പെല്ലാം കാലി, കരളിലൊക്കെ ചെറുതായി നമ്മളെ വയറൊക്കെ ചുരുങ്ങാൻ തുടങ്ങും. കുടവയറൊക്കെ പോവും. കുറേ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പാങ്ക്രിയാസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊഴുപ്പുകളും ഇല്ലാതെയാവുന്നതോടുകൂടി നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷനെ മോശമായിട്ട് ബാധിച്ചിരുന്നൊരവസ്ഥ ഉണ്ട്. പാങ്ക്രിയാസിലെ കൊഴുപ്പ് അതെല്ലാം പോകുന്നതോടുകൂടി അതും പഴയമാതിരി നോർമലായി വരും. സമയമെടുക്കും. നമ്മൾ മിക്കവാറും ഒരു 6 മാസം മുതൽ 2 വർഷം വരെയൊക്കെ നീളും. നമ്മൾ എത്രത്തോളം ഡാമേജ് നമ്മുടെ ശരീരത്തിൽ വന്നു അതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ബ്ലഡ് ഷുഗറൊക്കെ നോർമലായിട്ട് വരും. പിന്നീട് നമുക്ക് ഗുളികകൾ ഓരോന്നായിട്ട് നിർത്താൻ പറ്റും. ഓരോ ഗുളിക നിർത്തുമ്പോഴും ലേശം ഒന്ന് കൂടും, പക്ഷേ അതിന് ക്രമേണ പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു 100ൻ്റെ താഴേക്ക് ഗ്ലൂക്കോസ്, ബ്ലഡ് ഗ്ലൂക്കോസ്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗുളികളായിട്ട് നിർത്തിയിട്ട് പൂർണ്ണമായിട്ട് മരുന്നില്ലാതെ ഈ ഡയറ്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. അത് ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം സിസ്റ്റമൊക്കെ നോർമലാവും. എന്നാലും പഴയമാതിരി കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ വീണ്ടും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റിക് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നീട് അങ്ങോട്ടും ഡയറ്റ് ഒരു ബാലൻസ്ഡായിട്ട് പോകണം. ആദ്യത്തിൽ തീരെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിൽ, പിന്നെ എല്ലാം നോർമലായി 1-2 വർഷം കഴിഞ്ഞാൽ ചെറിയ അളവിൽ നമ്മൾ എനർജി ആവശ്യത്തിന് വേണ്ടി മാത്രം ഇല്ല അളവ്, ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ ഒരു 5-1 6-1 മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് ബാക്കി ഫാറ്റും പ്രോട്ടീനൊക്കെ ആയിട്ട് കഴിച്ചിട്ട് നമുക്ക് നോർമൽ ആരോഗ്യം വെച്ചിട്ട് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഷുഗറും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒന്നും ഇല്ലാതെ. മരണത്തെ അല്ലാത്ത മറ്റെല്ലാ രോഗങ്ങളെയും നമുക്ക് ഈ സംഗതി കൊണ്ട് തടയാൻ കഴിയും. അതാണ് ഇതിൻ്റെ സയൻസ്.